മാങ്ങ നല്ല മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അതെങ്ങനെ 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. മാങ്ങയിലേക്ക് നമ്മൾ ഏകദേശം 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. 1 സ്പൂണിൽ കൂടുതലിടാം കേട്ടോ. നമുക്ക് കറി വയ്ക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മഞ്ഞൾ ചേർക്കാം. ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ച നാടൻ മഞ്ഞളാണ് കേട്ടോ. 1 സ്പൂൺ തന്നെ ചേർത്തുണ്ട്. പിന്നെ മുളക് പൊടി നമ്മൾ കുറച്ച് ചേർക്കണുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പച്ചമുളക് ഇട്ടിട്ട് മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇത് ചെറുതായിട്ട് ഇത് കേട് വരാതിരിക്കാനും കൂടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ആവശ്യത്തിന് ആ സമയത്ത് പച്ചമുളക് ചേർക്കുള്ളൂ നമ്മളെടുത്ത് കറി വയ്ക്കുന്ന സമയത്ത്. ഇനി ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലുള്ള വെള്ളം, അതിലത്തെ മാമ്പഴത്തിലത്തെ വെള്ളം നന്നായിട്ട് അതിലേക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി അലിഞ്ഞ് ചേരും കേട്ടോ. ഇതുപോലെ ഒരു മരത്തിൻ്റെ തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരുന്നില്ല. വെള്ളം അതിൽ നിന്ന് മാങ്ങയിൽ തന്നെ നീരുണ്ടല്ലോ, ആ നീര് വെള്ളമായിട്ട് വരും കേട്ടോ. മാങ്ങ ഒന്ന് തിളച്ചു, നീരിങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കയ്യിൻ്റെ അടിയിൽ കാണുന്നതാണ്. ആ നീരിലിങ്ങനെ നീരിൻ്റെ അളവ് കൂടും. അങ്ങനെ അത് തിളച്ച് കിട്ടും. അതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇന്നത്തെ ഞങ്ങളുടെ മാമ്പഴപ്പുളിശ്ശേരി, മാമ്പഴത്തിൻ്റെ കാലമായി പിന്നെ മാങ്ങകൾ കളി തന്നെയാണ്. ഇന്നേ താഴെയുള്ള മോള് ജോലി സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് അവൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കണം. എൻ്റെ മൂത്ത മോള് ബഹ്റൈനിലാണുള്ളത്. അപ്പോൾ ആൾ വരുമ്പോഴത്തേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 ദിവസത്തേക്കുള്ളതെങ്കിലും സൂക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ നന്നായി. അവർക്കൊക്കെ അതൊരു അപൂർവമായിട്ട് കിട്ടുന്നതല്ലേ. നമ്മുടെ മാങ്ങയിലത്തെ വെള്ളമൊക്കെ ഏകദേശം വറ്റി ഉരുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1-2 ടീസ്പൂൺ നെയ്യിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അവസാനം നമ്മുടെ മാങ്ങ ഇങ്ങനെയായിട്ടുണ്ട്. നമ്മളത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ നമ്മൾ റാപ്പ് ചെയ്യുന്ന ക്ലിയർ ഷീറ്റ് കേട്ടോ. ഈ ഷീറ്റ് ഇങ്ങനെ വെക്കുക ഈ പ്ലേറ്റിന്മേൽ. ഇങ്ങനെ വെക്കുക. 1 2 ഇങ്ങനെ എയർ ടൈറ്റ് ആക്കിയിട്ട് പാക്ക് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ അതിലൊരെണ്ണം വെച്ചു. പിന്നെ മൂടിയതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെക്കണം.